Trivandrum PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, Trivandrum PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് എത്തി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ചെറുതായിട്ടൊരു ഒച്ചയടപ്പുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. വളരെ വളരെ നന്ദിയുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് മാത്രം തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് കാണുന്നുണ്ട്. കമൻറ്റ്സ് എല്ലാം അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനായിട്ടാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുൻപ് എനിക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇതിൽ 100 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 3 സെക്ഷനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. GK, സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് GKയിൽ വരുന്നതിൽ പാർട്ട് A ആൻഡ് B ആയിട്ട് 2 സെക്ഷൻ വരുന്നുണ്ട്. ഈ GKയിൽ കറണ്ട് അവേഴ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജനറൽ അവയർനെസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഈ ഒരു സെക്ഷൻ ഉണ്ടാവും. സെക്കൻഡ് ആയിട്ട് വരുന്നത് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. ലാസ്റ്റ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്കറിയാം, ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ 1:30 to 3:15 ആണ് നിങ്ങൾക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പഠിക്കുന്നത്. കാരണം ഇതിന് മുൻപത്തെ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കേരളം, ജിയോഗ്രഫി, നദികളെല്ലാം നിങ്ങൾക്ക് ആ മുമ്പത്തെ എപ്പിസോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നൊരു സെക്ഷൻ്റെ ക്ലാസ്സുകൾ ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ്, which was the first national park of Kerala? കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇരവികുളമാണ്. ഇത് സ്ഥാപിച്ചത് 1978-ലാണ്. അപ്പോൾ ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. സ്ഥാപിതമായത് 1978-ലാണ്. അടുത്ത ചോദ്യം, 5 out of 6 national parks of Kerala are situated in which district? 5 നാഷണൽ പാർക്ക്, കേരളത്തിലെ 6 വരുന്ന 5 നാഷണൽ പാർക്കും ഏത് ജില്ലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് 6 നാഷണൽ പാർക്കിൽ 5 കേരളത്തിലുള്ളത്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്? സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. Which is the smallest national park of Kerala? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാമ്പാടും ഷോല. പാമ്പാടും ഷോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. Which is the only district of Kerala not to have protected forest land? കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ലാൻഡ് ഇല്ലാത്തത്? ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ലാൻഡ് ഇല്ലാത്തത്, സംരക്ഷിത വനമേഖല. Which is the only wildlife sanctuary of Kollam district? കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഏക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ശെന്തുരുണി. ശെന്തുരുണിയാണ് കൊല്ലം ജില്ലയിലെ ഏക വൈൽഡ് ലൈഫ് സാങ്ച്വറി. Which is the smallest protected area in Kerala situated near Kochi? കൊച്ചിയിലെ ഏറ്റവും ചെറിയ പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മംഗലവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പ്രൊട്ടക്റ്റഡ് ഏരിയ. അത് കൊച്ചിയിലാണ്, കൊച്ചിയുടെ അടുത്താണ്. Which is the southernmost wildlife sanctuary of Kerala?
കേരളത്തിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി നെയ്യാറാണ്. വിച്ച് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അരാളം. അരാളമാണ് കേരളത്തിന്റെ നോർത്തേൺ മോസ്റ്റ് വടക്കേ അറ്റമുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്ത ചോദ്യം, which was the last formed wildlife sanctuary of Kerala? കേരളത്തിലെ ഏറ്റവും അവസാനമായിട്ട് ഫോം ചെയ്ത വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കൊട്ടിയൂരാണ്. 2011 ഏറ്റവും അവസാനമായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളത്തിൽ ഉണ്ടായത്. അടുത്ത ചോദ്യം, which river flows through Silent Valley? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. The forest conservation rules were formulated in. ഫോറസ്റ്റ് കൺസർവേഷൻ റൂൾസ് എന്നാണ് ഉണ്ടാക്കിയതെന്നാണ് ചോദിക്കുന്നത്. 1972 ഫോറസ്റ്റ് കൺസർവേഷൻ റൂൾസ് ഫോം ചെയ്തത്. Where is the Teak Museum situated in Kerala? കേരളത്തിലെ എവിടെയാണ് തേക്ക് മ്യൂസിയം സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിലമ്പൂർ. നിലമ്പൂരാണ് കേരളത്തിലെ തേക്ക് മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The അഗസ്ത്യമല പീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി? ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് അഗസ്ത്യമല പീക്ക് ഉള്ളത്? ഉത്തരം നെയ്യാറാണ്. അടുത്ത ചോദ്യം, which wildlife sanctuary is famous for the remains of Stone Age culture? ഏത് വന്യജീവി സങ്കേതമാണ് സ്റ്റോൺ ഏജ് കൾച്ചറിൽ ഫേമസ് ആയിരിക്കുന്നത്? ഉത്തരം ശെന്തുവണിയാണ്. Which national park of Kerala protects Nilgiri Tahr? നീൽഗിരി താർ എന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇരവികുളമാണ്. The highest peak of South India ആനമുടി is situated in which national park? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്കായ ആനമുടി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇരവികുളത്താണ്. Which is the only wildlife sanctuary of Kerala situated in rain shadow area? റെയിൻ ഷാഡോ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ചിന്നാറാണ്. Which wildlife sanctuary parts are മുത്തങ്ങ ആൻഡ് തോൽപ്പെട്ടി? തോൽപ്പെട്ടിയും മുത്തങ്ങയും ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വയനാടാണ്. In which year the Travandkel Forest Act came into force? ഏത് വർഷമാണ് ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത്? 1887. 1887. 1887 ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത്. Which was declared as the first reserve forest in Travancore on October 9, 1888? ഏതാണ് ട്രാവൻകൂർ ഒക്ടോബർ 9, 1888 ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്? ഉത്തരം കോന്നി ആണ്. Who was the first forest conservator of Travancore? ട്രാവൻകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം UV Munro. UV Munro. Who is considered as the pioneer forester in Travancore? ട്രാവൻകൂറിലെ ദ പൈനിയർ ഫോറസ്റ്റർ എന്ന് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബൗർ ഡിലോൺ. എന്താണ്? ബൗർ ഡിലോൺ. ബൗർ ഡിലോൺ. ബൗർ ഡിലോൺ. Who prepared the report of forest of Travancore in 1892? 1892 ട്രാവൻകൂറിലെ റിപ്പോർട്ട് ഓഫ് ഫോറസ്റ്റ് തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൗർ ഡിലോൺ എന്ന അദ്ദേഹമാണ് റിപ്പോർട്ട് ഓഫ് ഫോറസ്റ്റ് തയ്യാറാക്കിയത്. അതോടൊപ്പം തന്നെ ദ ഓതർ ഓഫ് വർക്ക് ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂറും ബോഡിലോൺ തന്നെയാണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ സിസ്റ്റം ഓഫ് സെയിൽ കൂപ്പെ സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ? സെയിൽ കൂപ്പെ ട്രാവൻകൂറിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1907. Which wildlife sanctuary was earlier known as നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി? ഏത് വന്യജീവി സങ്കേതത്തെയാണ് മുൻപ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. Who was the author of famous work Flowering Plants of Travancore? Flowering Plants of Travancore എന്ന ഫേമസ് വർക്കിന്റെ
ഓതർ അഥവാ രചയിതാവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം രമ റാവു. ഹു വാസ് ദ ഫസ്റ്റ് ഗെയിം വാർഡൻ ഇൻ ട്രാവൻകൂർ? ട്രാവൻകൂറിലെ ആദ്യത്തെ ഗെയിം വാർഡൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം SCH റോബിൻസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ള വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്ട്രി എന്ന സെക്ഷനിലെ ചോദ്യോത്തരങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, ഈ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. തൊണ്ടയ്ക്ക് വല്ലാത്ത സുഖം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ മാറ്റി ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതാണ്. Till then, bye and thank you for watching my channel.